ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബോയിൽഡ് എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ 2 എഗ്ഗും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബ്രെഡ് കുതിർത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴത്തെ ബ്രെഡ് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലെ വെള്ളം ഒഴിവാക്കാം. എന്നിട്ട് ഈ ബ്രെഡ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കണേ. ബ്രെഡിലുള്ള വെള്ളം മുഴുവനായിട്ടും പോകണം. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഉപ്പ് ചേർത്തിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടൊരു 1.5 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 4 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില അരിഞ്ഞ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു മസാലയിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. നമ്മളിത് കുഴച്ച് കഴിയുമ്പോൾ ഇത് കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊരു ഷേപ്പാക്കാൻ പറ്റുന്നൊരു പാകത്തിൽ വേണം കിട്ടാൻ. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മസാല എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലാണോ കട്ട്ലറ്റ് വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാൻ എല്ലാ കട്ട്ലറ്റും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റും ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ കട്ട്ലറ്റ് എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഓരോ കട്ട്ലറ്റുകളായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അധികവും ചിക്കൻ, ബീഫ്, വെജിറ്റബിളൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ കട്ട്ലറ്റ് ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾ ഒരു തവണ എഗ്ഗ് കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റിയാണ്. ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ. ഇപ്പോഴത്തെ കട്ട്ലറ്റിൻ്റെ ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞിട്ട് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഒരു പണിയുമില്ല. വളരെ സിമ്പിളാണ്. നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോഴത്തെ കട്ട്ലറ്റിൻ്റെ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ നമ്മുടെ അതിരുചികരമായ എഗ്ഗ് കട്ട്ലറ്റ് റെഡി. നോക്കിയേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. പുറമേക്ക് നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും എണ്ണ കുടിക്കുകയോ അതുപോലെ തന്നെ പൊട്ടിപ്പോവുകയോ ചെയ്യാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എത്ര സിമ്പിളായിട്ട് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കട്ട്ലറ്റ് റെഡി ആക്കിയിട്ടുള്ളതല്ലേ. ഈവനിങ്ങിലൊരു ബ്ലാക്ക് ടീക്കൊപ്പം ഈ ഒരു ടേസ്റ്റി എഗ്ഗ് കട്ട്ലറ്റ് ഉണ്ടെങ്കിൽ പൊളിക്കിട്ടോ. അപ്പോൾ എല്ലാവർക്കും എഗ്ഗ് കട്ട്ലറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.